ദിനരാത്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ നെയ്യാറ്റിൻകര ദേശത്ത് നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ലോകമെമ്പാടും ഇത് ദൃശ്യമാകുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഗ്രേസ് കമ്മ്യൂണിറ്റി മീഡിയ ടീമിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് എന്നല്ല, ഗ്രേസ് കമ്മ്യൂണിറ്റി നടത്തുന്ന എല്ലാ മീറ്റിങ്ങുകളും ലോകമെമ്പാടും ഗ്രേസ് കമ്മ്യൂണിറ്റി ടിവിയിലൂടെ ദൃശ്യമാകുന്ന അവസരത്തിൽ നാമത്തെ വാക്യം മുതൽ according to the riches of his heaven, riches of his glory, ദൈവത്തിന്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. When he will grant you like this, when God will grant you like this, ദൈവം ഇത് നിങ്ങൾക്ക് തരുമ്പോൾ you will be strengthened enough, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ബലപ്പെടുവാനിടയാകും. you will be bold enough, നിങ്ങളുടെ ഉള്ളിൽ ധൈര്യമുള്ളവരായി മാറും. you will be strong. നിങ്ങൾ ശക്തിയുള്ളവരായി മാറും. Today you may be weak, നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് ബലഹീനനായിരിക്കാം. but when God strengthens your inner man or inner personality, എന്നാൽ ദൈവം നിങ്ങളുടെ ഉള്ളിലുള്ള മനുഷ്യനെ ബലപ്പെടുത്തുമ്പോൾ you will be the strongest person in this world. നിങ്ങളായിരിക്കും ഏറ്റവും ശക്തിമാനായിട്ടുള്ള വ്യക്തി ഈ No ലോകത്തിൽ. powers of darkness will touch you. അന്ധകാരത്തിന്റെ ഒരു ശക്തികൾക്ക് നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. If sickness will come, sickness will cry and walk away from you. രോഗത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ കണ്ട് അലറി വിളിച്ചുകൊണ്ട് ഓടിപ്പോകും. You will not cry before sickness. നിങ്ങൾ രോഗത്തെ കണ്ട് നിങ്ങൾ നിലവിളിക്കുകയില്ല. Today you are weak, that's why you are crying when you see sickness. നിങ്ങൾ ഇന്ന് ബലഹീനരായിരിക്കുന്നതുകൊണ്ടാണ് രോഗത്തെ കാണുമ്പോൾ നിങ്ങൾ നിലവിളിക്കുന്നത്. But when you are strong, sickness will cry before you. എന്നാൽ നിങ്ങൾ ബലപ്പെടുമ്പോൾ രോഗം നിങ്ങളെ കണ്ട് നിലവിളിക്കും. Oh, demons, principalities of devil will say like this, he is coming, I can't stay here. ഭൂതങ്ങളും അന്ധകാര ശക്തികളും നിങ്ങളെ കാണുമ്പോൾ പറയും, ഓ അതാ ആ വ്യക്തി വരുന്നു, എനിക്ക് ഇനിയും ഇവിടെ നിൽക്കുവാൻ കഴിയുകയില്ല. For physical appearance he will be very weak, but I know who he is in his spirit. പിശാച് നിങ്ങളെ കാണുമ്പോൾ ഇപ്രകാരം പറയും, നിങ്ങൾ ശാരീരികമായി തളർന്നിരിക്കുകയാണെങ്കിലും such a skeleton guy, ഒരു വളരെ മെലിഞ്ഞ മനുഷ്യനാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലുള്ള ബലമേറിയ മനുഷ്യനെ അവൻ തിരിച്ചറിയുന്നു. he is not enough to stand for 2 hours preaching. 2 മണിക്കൂർ പോലും പ്രസംഗിക്കാൻ പോലും ശാരീരികമായ ശേഷിയില്ലാത്ത വ്യക്തിയായിരിക്കാം നിങ്ങൾ. We may be sick or weak in our eyes. ലോക മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ഒരുപക്ഷെ വളരെ ക്ഷീണിച്ച ഒരു വ്യക്തിയായിരിക്കാം. But you are very strong women of God and men of God. എന്നാൽ നിങ്ങൾ വളരെ ശക്തിയുള്ള ദൈവത്തിന്റെ പുരുഷനും സ്ത്രീയുമാകുന്നു. You are strengthened enough by the glory of God. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം നിങ്ങൾ The very ബലപ്പെട്ടവരാണ്. riches of his glory is manifesting through you. അവന്റെ ധനത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. You are the person he is going to reveal his glory to the entire universe. നിങ്ങളാകുന്നു ദൈവം ആ മഹത്വം വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികൾ. You are called to reveal his glory. നിങ്ങൾ അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. I was a weak person. ഞാൻ ഒരു ബലഹീന I മനുഷ്യനായിരുന്നു. know the day when I received this Jesus as my personal savior. എന്നാൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച ആ ദിനത്തെ ഞാൻ ഓർക്കുന്നു. I know there he started to rule in me. ആ നിമിഷം മുതൽ അവൻ എന്റെ ജീവിതത്തിൽ കർത്തൃത്വം ഏറ്റെടുക്കുവാൻ തുടങ്ങി. Oh, from there I know I am the strongest person. ആ നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി ഞാനാകുന്നു ആ ശക്തിയുള്ള മനുഷ്യൻ. Whatever it may be the situation, എന്ത് തന്നെ സാഹചര്യമായിരുന്നാലും circumstances may be with a difference, ആ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നെങ്കിൽ but കൂടി I know എനിക്കറിയാം I am strong enough. ഞാൻ ക്രിസ്തുവിൽ Not in ബലവാനാണ്. my might, എന്റെ not in ശക്തിക്കൊത്തവണ്ണമല്ല, my work, എന്റെ not in my പ്രവൃത്തിക്കൊത്തവണ്ണമല്ല, prayer life, എന്റെ പ്രാർത്ഥന not because of ജീവിതത്തിലല്ല, my fasting. എന്റെ ഉപവാസം കൊണ്ടല്ല, Someone is strengthening me. എന്നെ ആരോ ബലപ്പെടുത്തുന്നതിനാൽ Hey, he is working in me. ഓ അവൻ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. He is strengthening in me. അവൻ എന്നെ I ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. am strong in him. ഞാൻ യേശുവിൽ ശക്തനാകുന്നു. When you receive the strong Jesus in you, ഈ ശക്തനായ യേശുവിനെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ you will സ്വീകരിക്കുമ്പോൾ not sit as a weak person. ആ നിമിഷം മുതൽ നിങ്ങൾ പറയില്ല ഞാനൊരു You ബലഹീനനാകുന്നു. will be the strongest person. നിങ്ങളായിരിക്കും ആ ശക്തിമാനായ വ്യക്തി. Lift your both hands and confess this truth with me. From the day I was born again, I know I am the strongest person. നിങ്ങൾ 2 കരങ്ങളെ ഉയർത്തി നിങ്ങൾ എന്നോടൊപ്പം ഈ സത്യത്തെ ഏറ്റുപറയുക. ഞാൻ യേശുവിനെ സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിച്ച അന്നു മുതൽ ഞാൻ ശക്തനായിരിക്കുന്നു. Hey, people of God, are you tuned tonight with God? ഓ
നെയ്യാറ്റിൻകരയുള്ള ജനമേ, ദൈവത്തിനൊത്തവണ്ണം നിങ്ങളെ തന്നെ നിങ്ങൾ തുലനം ചെയ്തിട്ടുണ്ടോ? Are you tuned tonight? നിങ്ങൾ ദൈവത്തിനൊപ്പം നിങ്ങളെ ട്യൂൺ ചെയ്തിട്ടുണ്ടോ? If you are tuned, നിങ്ങൾ അതുപോലെ ട്യൂൺഡപ്പ് ആയിട്ടുണ്ടെങ്കിൽ you are going to see His glory in your spirit. ഇന്ന് തന്നെ നിങ്ങൾ അവന്റെ മഹത്വം നിങ്ങളുടെ ആത്മാവിൽ കാണപ്പെടും. You will never be the same. നിങ്ങൾ ഇന്ന് വന്ന പോലെ ആയിരിക്കുകയില്ല. When you reach your home, നിങ്ങളുടെ ഭവനത്തിൽ മടങ്ങി ചെല്ലുമ്പോൾ the devil who dwells there അവിടെ വ്യാപരിച്ചുകൊണ്ടിരുന്ന will അന്ധകാര cry ശക്തി out, I don't know this person. He is something new. നിലവിളിച്ചുകൊണ്ട് പറയും, ഈ വ്യക്തിയല്ല ഞാൻ അറിഞ്ഞിരുന്നത്, ഇവനൊരു പുതിയ വ്യക്തിയുമായി മാറിയിരിക്കുന്നു. This is the days. ഇതാകുന്നു ആ ദിനം. Nations is going to see the glory of God through your spirit. ലോക രാജ്യങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ നിങ്ങളുടെ ആത്മാവിലൂടെ കാണപ്പെടുന്ന ദിനങ്ങൾ ഇതാകുന്നു. To the uttermost part of the universe. ലോകത്തിന്റെ അറുതികളോളം അത് വെളിപ്പെടുന്നു. People of God, get ready. ദൈവത്തിന്റെ ജനമേ തയ്യാറാകുക. Get ready. തയ്യാറാകുക. These are the days. ഇതാകുന്നു ആ ദിനങ്ങൾ. Even your shadow is going to perform mighty miracles. നിങ്ങളുടെ നിഴലുകൾ പോലും അസാധാരണ വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ദിനങ്ങളാകുന്നു. The used tissue will heal the paralyzed. ഈ കയ്യിലായിരിക്കുന്ന ടിഷ്യൂ പേപ്പർ രോഗികളുടെ മേൽ കൊണ്ടിടുമ്പോൾ തളർന്നു കിടക്കുന്നവർ ചാടിയണിക്കുന്ന ദിനങ്ങളാകുന്നു. These are the days God is going to reveal His glory immeasurably, without any limit, unlimited. Glory is going to manifest these days. ഇതാകുന്നു ആ ദിനങ്ങൾ. തന്റെ അളവ് കൂടാത്ത ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുന്ന ദിനങ്ങൾ ഇതാകുന്നു. When I preach this truth, ഞാൻ ഈ സത്യം പ്രസംഗിക്കുമ്പോൾ in my spirit, എന്റെ ഉള്ളിലെ ആത്മാവിൽ I know that എനിക്കറിയാം these are the days. ഇതാകുന്നു ആ ദിനങ്ങൾ. This is not the days of Paul the apostle. അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്തെ ദിനങ്ങൾ പോലെ അല്ല This ഇത്. is more than that. ഇത് അതിലും വലിയ ദിനങ്ങളാകുന്നു. This is not the days of Paul, Peter. ഇത് പൗലോസ് അപ്പോസ്തലനോ പത്രോസ് അപ്പോസ്തലനോ ജീവിച്ചിരുന്ന കാലഘട്ടം പോലെയല്ല. This is more than that. ഇത് അതിലും ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാകുന്നു. Why? എന്തുകൊണ്ട്? This is end time. ഇതാകുന്നു അന്ത്യകാലങ്ങൾ. This is the last time. ഇതാകുന്നു അന്ത്യദിനങ്ങൾ. Everywhere, every universe, uttermost part of the world, harvest, mighty harvest is going on. ലോകത്തിന്റെ അറുതികളിൽ സകല സ്ഥലങ്ങളും ദൈവത്തിന്റെ വലിയ കൊയ്ത്തിന്റെ ദിനങ്ങളാകുന്നു ഇത്. God is separating His people. ദൈവം തന്റെ ജനത്തെ വേർതിരിക്കുന്നു. Normal people for extraordinary works. സാധാരണ വ്യക്തികൾ അസാധാരണ പ്രവൃത്തികൾക്കായി ദൈവം വേർതിരിക്കുന്നു. When He started revealing His glory through you, ദൈവം തന്റെ മഹത്വം നിങ്ങളോട് വെളിപ്പെടുത്തി തുടങ്ങുമ്പോൾ, you may be a fisherman today. നിങ്ങൾ ഒരു പക്ഷേ മീൻ പിടിക്കുന്ന You may be വ്യക്തിയായിരിക്കാം. a tax collector in the road. നിങ്ങൾ റോഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. But let me tell you something. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളൊന്ന് പറയട്ടെ. When He started to reveal His glory through you, നിങ്ങളോട് അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തി തുടങ്ങുമ്പോൾ, you will be the wonderful person in your city. നിങ്ങളായിരിക്കും നിങ്ങളുടെ പട്ടണത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി. No doubt, without any doubt. Let me confess, let me declare this truth to the universe. These are the days my people going to see, especially Grace Community. These are the days mighty manifestation of the glory of God is going to reveal through you, people of God. സംശയത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയും, ഇതാകുന്നു ആ ദിനം, ഇതാകുന്നു ആ ദിനങ്ങൾ. ദൈവം തന്റെ മഹത്വം താൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദിനങ്ങളിലാകുന്നു നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത്. Grace Community is here with a vision. ഇവിടെ ഗ്രേസ് കമ്മ്യൂണിറ്റി വ്യക്തമായുള്ള ഒരു ദർശനത്തിലായിരിക്കുന്നു. Our vision is not to conduct 100 people and run a church. 100 പേരെ കൂട്ടി ഒരു ചർച്ച നടത്തുക എന്നുള്ള ഒരു ദർശനത്തിലല്ല And ഗ്രേസ് appoint some കമ്മ്യൂണിറ്റി. committees there. ആ ഒരു കമ്മിറ്റി അതിനെ നയിക്കുവാൻ നിയമിക്കുവാനല്ല. We are here with a vision. ഞങ്ങൾ ഇവിടെ ഒരു ദർശനത്തിന്റെ We അടിസ്ഥാനത്തിലായിരിക്കുന്നു. are going to transform the community. സമൂഹങ്ങളെ മാറ്റിമറിക്കുവാൻ പോകുന്നു ഞങ്ങൾ. We are going to influence the community. ഞങ്ങൾ സമൂഹങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നു. Different level people. വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യക്തികൾ. Is going to come under this grace. ഈ വ്യക്തികൾ കൃപയുടെ അടിയിലേക്ക് വരുന്ന They are ദിനങ്ങളാകുന്നു. going to start revealing this to the community which അവരായിരിക്കുന്ന they belongs to. Yes. അവരായിരിക്കുന്ന സമൂഹത്തിലേക്ക് ഈ കൃപയെ അവർ വെളിപ്പെടുത്തുന്ന ദിനങ്ങളാകുന്നു ഇത്. So my Jesus is ready tonight to reveal His glory to your inner man.
ഈ വലിയ മീശയുള്ള ഈ മനുഷ്യനെ നിങ്ങൾ കണ്ടോ? ഈ മീശക്കാരൻ അച്ചായന് എവിടുത്തെ മീറ്റിങ്ങിനായിരുന്നു ആദ്യം വരുന്നേ? കോട്ടയത്ത് നമ്മുടെ മീറ്റിംഗ് നടക്കുമ്പോ ക്യാൻസർ വന്ന് നിങ്ങൾ ഈ മൊട്ടത്തല കണ്ടാ അറിയാം. ഒട്ടും ലജ്ജയില്ല. അമ്മയുടെ സ്ഥാനത്ത് കാണുന്നോണ്ട് അങ്ങനെ തന്നെ നിർത്തി പറയുന്നത് കേട്ടോ. ക്യാൻസർ വന്ന് മരണാസന്നയായ ഈ മകളുമായിട്ട് കോട്ടയത്തെ KPS മോഹൻ ഹാളിലെ മീറ്റിങ്ങിന് ജീവിതത്തിലെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ക്യാൻസറിന്റെ അങ്ങേയറ്റമായി എത്ര കീമോ ചെയ്തായിരുന്നു? 6 ചെയ്തു. എത്രയെണ്ണോ ഡോക്ടർ പറഞ്ഞിരുന്നേ? 17 പ്രാവശ്യം കൂടെ കീമോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞ് ആശുപത്രി ഉപേക്ഷിച്ച് റീജിയണൽ ക്യാൻസർ സെന്റർ RCCയിൽ നിന്ന് റിപ്പോർട്ടുമായിട്ട് ഇരിക്കുമ്പോൾ യാദർശികമായിട്ട് ആരോ പറഞ്ഞറിഞ്ഞ് KPS മേനോൻ ഹാളിൽ മീറ്റിംഗിന് വന്നതാ. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഈ മകള് ക്യാൻസർ ഉള്ളവളായിട്ടല്ല നിൽക്കുന്നേ, അത്ഭുതകരമായി പറഞ്ഞു വെച്ചേ. ഞങ്ങള് KPS മേനോൻ ഹാളിൽ ഒരു ബ്രദറിന്റെ ഒരു ശുശ്രൂഷ ഉണ്ടെന്നുള്ളത് അറിയുന്നു. ഞങ്ങൾ പള്ളിയിലാണ് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെങ്കിൽ ഏതായാലും ആരും അറിയാതെ ഞങ്ങൾ ആ മീറ്റിംഗിൽ ഞങ്ങൾ പങ്കുകൊണ്ടു. ആ പങ്കുകൊണ്ട സമയത്ത് ബ്രദർ പറയുന്ന ഒരു ക്യാൻസർ രോഗിയെ സൗഖ്യപ്പെടുത്താൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇന്ന ആ ഷാളിലിട്ടിരിക്കുന്ന ആ ഷാളിന്റെ കളറും ആ ഷാളിന്റെ പുള്ളി അടയാളം പറഞ്ഞ് എന്റെ വൈഫിനെ ആ ഹാളിൽ വെച്ച് എഴുന്നേപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങേർക്ക് തൊണ്ടയ്ക്ക് ഈ റേഡിയേഷൻ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വിഷമമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉമ്മിനീര് പോലും ഇറക്കുവാൻ പാടില്ല. എന്നോട് പറയുന്നുണ്ട് എന്റെ തൊണ്ടയ്ക്ക് എന്തോ ഉരുട്ടി വെച്ചിരിക്കുന്ന പോലെ ഉള്ള വിഷമാണ്. അത് കാരണം കൊണ്ട് ഞാൻ ഉരുട്ടി വെച്ചിരിക്കുന്ന പോലെയുള്ള വിഷമാണെന്ന് പറയുന്നു. ഞാൻ പറയുന്നു ആ ഡോക്ടർ തന്നിരിക്കുന്ന മരുന്നൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അതെല്ലാം ഭേദമാവും. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം ബ്രദർ എഴുന്നേപ്പിച്ച് കഴിഞ്ഞ് ആദ്യം ചോദിക്കുന്നത്, മാളെ നിന്റെ തൊണ്ടയ്ക്ക് എന്താ വിഷമമെന്ന് ആദ്യം ചോദിക്കുന്നത്. അന്നേരം അങ്ങേരെ പുള്ളിക്കാരത്ത് പറഞ്ഞു എനിക്ക് തൊണ്ടയ്ക്ക് ഉമ്മുനീര് ഇറക്കുവാൻ മേലാത്ത വിഷമാണെന്ന് പറഞ്ഞു. ഇങ്ങി വരാൻ പറഞ്ഞു. ഞങ്ങൾ